ഇന്നൊരു പുതിയ ഗാർഡൻ മേക്ക് ഓവറായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പുല്ലും കാടൊക്കെ ആയിട്ട് കുറച്ച് അതിന് വെട്ടിയിട്ട്, അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ മുകളിലത്തതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ താഴത്ത് കിട്ടുകയാണ്. പിന്നെ രാത്രിയായപ്പോൾ പിന്നെ അവിടെ ഇട്ട് പോയതാണ്. പിന്നെ ഇത് കുറേ കത്തി കൊണ്ട് തന്നെയാണ് പുല്ലും കാടൊക്കെ വലിച്ചെടുക്കുന്നത്. കൈ കൊണ്ട് കിട്ടുന്ന കൈ കൊണ്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഉമ്മയും തന്നെ എൻ്റെ കൂടെ അവൾക്ക് ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ വന്നു. പിന്നെ അങ്ങനെ ഒരുവിധം മുകളിലത്തൊക്കെ റെഡിയാക്കി താഴത്തേക്ക് വന്ന് താഴത്തും അതേപോലെ ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഒരുവിധം ക്ലീൻ ആക്കലൊക്കെ ഒരുവിധം അങ്ങോട്ട് വെട്ടി പുല്ലൊക്കെ താഴത്തേക്ക് ഇട്ട്. പിന്നെ രാവിലെ ഒരു 10 മണിയൊക്കെ ആയ സമയത്തായിരുന്നു. അപ്പോൾ നല്ല വെയിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിർത്തിയിട്ട് പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആണ് ഇതാക്കാൻ ഇറങ്ങിയത്. അപ്പോൾ മോളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാനൊക്കെ പോയപ്പോൾ അങ്ങനെ നേരെ വൈകിയിരുന്നു. പിന്നെ ബാക്കിയുള്ള പുല്ലും കാടൊക്കെ കൊണ്ടുപോയിടണമൊക്കെ പണിയുന്നു. കുറേ കൈ കൊണ്ടൊക്കെ പറിച്ചെടുത്ത് ഒരുവിധമൊക്കെ അങ്ങോട്ട് ക്ലീനാക്കി. പിന്നെ അടിച്ചുകൊണ്ട് കുറേയൊക്കെ പൊന്തം കാടൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോൾ തന്നെ വൈകുന്നേരം ആവാനായിരുന്നു. പിന്നെ കുറേ സമയമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ കുറേ ഉള്ള പൊന്തം കാടൊക്കെ കൊണ്ടുപോയിട്ട് അപ്പോഴൊക്കെ രാത്രിയായി. പിന്നെ അവിടെ വെച്ചു. അങ്ങനെ 2-3 ദിവസം എടുത്തിട്ടാണ് ഇതൊന്ന് ലെവലായി കിട്ടിയത്. കാരണം ഒന്ന് കുറച്ച് രാവിലെ കുറച്ച് നേരം എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ വെക്കും. പിന്നെ വീണ്ടും വൈകുന്നേരം ആകുമ്പോൾ ഈവനിങ് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത്. അങ്ങനെ 2-3 ദിവസം എടുത്തു ശരിയാക്കി എടുക്കാൻ. പിന്നെ അതെ അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ പിന്നെ വീണ്ടും ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടെ റെഡിയാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ്. പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് മുകളിൽ ഞാൻ ചെമ്പരത്തി കുഴിച്ചിട്ടിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയതാണ്. അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ വീണ്ടും ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിടാന്ന് കരുതി. അതേപോലെ ഒരു മൺകല ഉണ്ടായിരുന്നു കേട്ടോ, അടി പൊട്ടിയത്. അത് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതിൽ മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കത്തി കൊണ്ട് കുത്തിയെടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതിൽ അത്യാവശ്യം മണ്ണൊക്കെ കുറച്ച് നിറച്ചിട്ട് പിന്നെ ഞാൻ ഈ ചാണകപ്പൊടി ഉണ്ടായിരുന്നു അതെടുക്കാൻ പോയിരുന്നു. അപ്പോൾ അതേ ഉമ്മ വന്നുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചാണകപ്പൊടിയും അതേപോലെ വെണ്ണൂറും രണ്ടും പാടെ മിക്സ് ആക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് മണ്ണൂട്ടിട്ടാണ് നമ്മൾ മിക്സ് ഉണ്ടാക്കണേ. പിന്നെ അതൊക്കെ ഫുള്ളാക്കി നിറച്ച് വെച്ച് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് ഒരു ഇലച്ചെടിയാണ് കേട്ടോ അതിൽ കുഴിച്ചിടാൻ. പടർന്ന് അങ്ങനെ പോകുന്ന സൈസ് അങ്ങനത്തെ ചെടിയാണ്. അപ്പോൾ അത് കുഴിച്ചിടാന്ന് കരുതി. നമ്മൾ പിന്നെ ചട്ടിയൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിങ്ങാണ്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. സോ നമുക്ക് ക്യാഷ് ഇല്ലായിരുന്നു കേട്ടോ കയ്യിൽ ചട്ടിയൊന്നും വാങ്ങാൻ. അപ്പോൾ പിന്നെ നമ്മളെല്ലാതുകൊണ്ട് ഒപ്പിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഇതിലെടുത്തതാണ്. അത് പിന്നെ എടുത്തുകൊണ്ട് ഇതേപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിത് അവിടെ നിന്ന് മാറ്റിയിരുന്നു കേട്ടോ വേറെ ചെടികളെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു സ്നേക്ക് പ്ലാന്റൊക്കെ ഇത് സ്നേക്ക് പ്ലാന്റും ഈ ചെടി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അയൽവാസീൻ്റെ അടുത്തുനിന്ന് കൊടുക്കുന്നതാണ്. മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി കുറച്ച് ചാണകവും അതൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ.
ഇത് പിന്നെ ഇതാ ഇതേപോലെ ഞാൻ ഈ സൈഡൊക്കെ മാറ്റി വെച്ചിരുന്നു, വേറെ ചെടികൾ കുഴിച്ചിടാന്ന് കരുതിയിട്ട്. പിന്നെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ഇതാ ഈ മതിലിനോട് ചാരിയിട്ടാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. ഇതൊക്കെ ഇത് കോളാമ്പിപ്പൂ, ഞങ്ങളവിടെ അതാ പറയൽ, എല്ലായിടത്തും എന്താ പറയൽ എനിക്കറിയില്ല. ഇത് പിന്നെ ഇതേപോലെ ആ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ അംഗൻവാടി വിട്ട് വന്നപ്പോൾ ഒരു വീട്ടിൽ കയറിയിരുന്നു. അവിടെ നിറച്ച് ചെടികളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ചോദിച്ച് വാങ്ങിയതായിരുന്നു. ഇത് ഒരു നല്ല ഭംഗിയുള്ളൊരു കളർ ചെമ്പരത്തി, അത് മുകളിലാണ് കുഴിച്ചിട്ടിരുന്നത്. ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ഇവിടെ തന്നെ കുഴിച്ചിട്ടു. അത് പൂക്കളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് പടർന്ന് ഇങ്ങനെ പോകും. അപ്പോൾ ആ മരത്തുമ്മ കൂടെ പടർത്തുകയെന്ന് കരുതിയാണ്ട് അവിടെ അതിൻ്റെ ചോട്ടിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതേപോലെ ഉഷാറാക്കിയാണ്ട് ഇമ്മ വളർത്താൻ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കോളാമ്പി പിന്നെ അത് ആ മൂലൊക്കെ കൊണ്ടുപോയി കുഴിച്ചിട്ടിരിക്കണം. പിന്നെ ഇതാ ഞങ്ങളുടെ അടുത്ത അയൽവാസീൻ്റെ വീട്ടിൽ നിന്ന് ചോദിച്ചങ്ങാണ്ട് ഇതാ ഈ പൂവിൻ്റെ ചെടി പറിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല രസമാട്ടോ, ഒരുപാടുണ്ടാവും, കാണുമ്പോൾ രസമാണ്. പിന്നെ അതെടുത്ത് അതും അവിടുന്ന് വേറെ 2-3 ചെടികളൊക്കെ വാങ്ങിയാണ്ട് അതും കുഴിച്ചിടാൻ വന്നു. പിന്നെ ഇതാ ഇന്ന് രാവിലെ എന്താ വെച്ചാൽ നോക്കിയപ്പോൾ ആ മുട്ടുള്ള പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പൂ വിരിഞ്ഞിട്ടുണ്ട്, അതുപോലെ മറ്റേ പൂവും തന്നെ അതുപോലെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഈ പൂവൊക്കെ നല്ല വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലി 2-3 ദിവസം എടുത്തുങ്ങാണ്ട് ഇപ്പോൾ ഗാർഡൻ ക്ലീനിങ്ങും കുഴിച്ചിടലൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഗാർഡൻ്റെ അവസ്ഥ. എന്തായാലും മുറ്റും മുകളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ ഒരു റാഹത്തുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി.